സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. റിയാദിലെ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. 12ാം തവണയാണ് കോടതി ഈ കേസ് നീട്ടിവെക്കുന്നത്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, ഈ 11 തവണയും ഈ കേസ് മാറ്റുന്നതിനൊരു കാരണം കോടതി പറഞ്ഞിരുന്നില്ല. 12ാം തവണയും അതുതന്നെയാണല്ലോ. എന്തുകൊണ്ട് മാറ്റുന്നു എന്നതിന് കോടതി ഇത്തവണയും കാരണമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? വിജയകുമാർ, അബ്ദുറഹീം കേസ് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 12ാമത്തെ തവണയും നീട്ടിയിരിക്കുകയാണ് റിയാദിലെ കോടതി. 19 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവ് വന്നിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് മോചനത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. കേസ് 12ാമത്തെ തവണയും മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കേസ് പരിഗണിക്കുമ്പോൾ. ഇന്ന് നിർണായകമാണ് എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി പറഞ്ഞിരുന്നത്. കാരണം ഇതുവരെ കഴിഞ്ഞ 11 തവണയും കേസ് നീട്ടിവെച്ചത് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി, അതായത് ഒറിജിനൽ രേഖകൾ റിയാദ് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിൽ എത്താൻ വൈകിയതാണ് കേസ് നീട്ടിവെക്കാൻ കാരണം എന്നാണ് സഹായ സമിതി അറിയിച്ചിരുന്നത്. ഇപ്പോൾ റിയാദിലുള്ള ഗവർണറേറ്റ് ആ കേസ് ഫയലിന്റെ ഒറിജിനൽ രേഖകൾ കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നിയമസഹായ സമിതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി മറ്റൊരു തടസ്സം ഉണ്ടായില്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ വീണ്ടും തടസ്സം നേരിട്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥ ഇപ്പോഴുള്ള തടസ്സം എന്താണെന്ന് വ്യക്തമല്ല. ഇപ്പോൾ പൊതു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത്. 1.5 കോടി സൗദി റിയാൽ ഈ സൗദി ബാലന്റെ കുടുംബത്തിന് ദിയാധനമായി നൽകിയ ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇതോടെ സ്വകാര്യ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസൊക്കെ തീർന്നു. ഇനി പൊതു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് തീർപ്പാകാനുള്ളത്. മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. ഈ 12ാമത്തെ തവണ ഈ കേസ് നീട്ടിവെച്ചിരിക്കുകയാണ് വിജയകുമാർ. യെസ്, അബ്ദുൾ റഹീം കാത്തിരിക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ. കേസ് വീണ്ടും കോടതി നീട്ടി. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.